ദേവരാഗം രചനാ സംഭാഷണം മൈഥിലിമിത്ര ഭാഗം 7. മക്കളുമാരെല്ലാം കൂടി എങ്ങോട്ട് പോവാ? ബാലുവിൻ്റെ മോട്ടിവേഷൻ ക്ലാസ്സിൽ മൂക്കും കുത്തി വീണ് സിനിമയ്ക്ക് പോകാൻ വേണ്ടി ക്ലാസ്സിൽ നിന്നും പുറത്തേക്ക് ചാടിയതായിരുന്നു മരവാഴകൾ. നേരെ പാർക്കിംഗ് ലക്ഷ്യമാക്കി നടക്കുമ്പോഴാണ് ഇടയ്ക്ക് സീനിയേഴ്സ് എന്ന് തോന്നുന്ന ചിലർ അവരെ അടുത്തേക്ക് വിളിപ്പിക്കുന്നത്. അത് ഞങ്ങൾ പുറത്ത് വെറുതെ കാറ്റുകൊള്ളാൻ ഇറങ്ങിയതാ. നിർമ്മൽ മെല്ലെ ഒരു വളിച്ച് ചിരിച്ചിരിച്ചുകൊണ്ട് ഉച്ചത്തിൽ പറഞ്ഞു. എന്നാൽ ഇങ്ങോട്ട് വാ, ഇവിടെ ഇരുന്ന് കുറച്ചു നേരം കാറ്റുകൊള്ളു. അവരവരെ ഒരു വാഗയുടെ ചുവട്ടിൽ കെട്ടിയിട്ടിരിക്കുന്ന സിമൻറ്റ് ബെഞ്ചിൽ ഇരിഞ്ഞുകൊണ്ട് അരികിലേക്ക് കൈയാട്ടി വിളിച്ചു. ഈശ്വര പെട്ടു, റാഗിങ്ങിന് വേണ്ടി വിളിക്കുന്നതാ. വൈശാഖി പേടിയോടെ അടുത്ത് നിന്ന് ജോബിൻ്റെ കയ്യിൽ മുറുക്കെ പിടിച്ചു. എടി, ചെന്നില്ലെങ്കിൽ നമ്മൾ പെടും. ജോബിൻ ഉള്ളിലുള്ള പേടി പുറത്തു കാട്ടാതെ പിറുപിറുത്തു. ചെന്നാലും നമ്മൾ പെടും. അവൾക്ക് ഇടത്തുവശത്തായി നിന്ന് നിർമ്മൽ അതിൻ്റെ ബാക്കി എന്നോണം പറഞ്ഞു. ഇനിയിപ്പോൾ എന്തു ചെയ്യും? അവളെ പൂക്കുല പോലെ വിറച്ചു. ഒന്നും ചെയ്യണ്ട, നേരെ അവളുടെ വായിലേക്ക് ചാടിക്കൊടുക്കുക, അത്ര തന്നെ. ജോബിൻ ഉള്ളതുള്ളതുപോലെ തുറന്നു പറഞ്ഞു. എൻ്റെ പൊന്നു മക്കളെ, കോളേജ് റാങ്കിങ് എന്നൊക്കെ പറഞ്ഞാൽ ഇതൊക്കെ ഉണ്ടാവും. ഇതിനെങ്ങനെ പേടിച്ചാൽ എങ്ങനെയാ? നിങ്ങൾ വായോ. അവരുടെ പിന്നിലായി നടന്നു വന്ന ബാലു അവരെയും കൂട്ടിക്കൊണ്ട് സീനിയേഴ്സിൻ്റെ അടുത്തേക്ക് നടന്നു. ഇതാണോ കോളേജിൽ പഠിക്കാൻ വന്ന അപ്പം തിരുമേനി? ആ? ബാലുവിനെ കണ്ടതും സീനിയേഴ്സ് ചൊറിയാൻ തുടങ്ങി. എന്ത് ചെയ്യാനാ മക്കളെ, ഇപ്പോഴാ പഠിക്കാനുള്ള സമയമൊന്നും ഒത്തു വന്നത്. ബാലു അവളെ കൂളായിട്ട് നിന്നാണ് അവരോട് സംസാരിച്ചത്. ഇതാര്? കൂട്ടത്തിലൊരു മത്സ്യകന്യക. 3 ആണുങ്ങളുടെ നടുവിൽ വൈശുവിനെ കണ്ടപ്പോഴേക്കും അവർക്കൊരു ഹരമായി. വൈശാഖി അത് കേട്ടതും പേടി കൊണ്ട് കണ്ണുകൾ താഴ്ത്തി. മോള് പേടിക്കണ്ട, ഒരു ടാസ്ക് തരാം. ദേ, ഈ പൂ കൊണ്ടുപോയി ആ ചേട്ടന് കൊടുത്തിട്ട് വാ. കൂട്ടത്തിലുള്ളൊരുവൻ അകന്നു മാറി ഒരു ബുള്ളറ്റിന് മുകളിലിരിക്കുന്ന ഒരുവനെ ചൂണ്ടിക്കാട്ടി കൊടുത്തിട്ട് കയ്യിലിരുന്ന ഒരു റോസാപ്പൂവ് വൈശാഖിക്ക് നേരെ നീട്ടി. അവളത് കയ്യിൽ വാങ്ങിയില്ല. പകരം ബാലുവിൻ്റെ മുഖത്തേക്ക് പേടിയോടെ ഒന്ന് നോക്കി. അയാളിൽ നിന്നും കണ്ണുകൾ കൊണ്ടൊരു സിഗ്നൽ കിട്ടിയതും മനസ്സില്ലാ മനസ്സോടെ അവൾ ആ പൂവ് പിന്നീട് കയ്യിലേക്ക് വാങ്ങി. ഗുഡ് ഗേൾ, എങ്കിൽ പോയി വേഗം കൊടുത്തിട്ട് വാ. സീനിയേഴ്സ് അവളെ പ്രോത്സാഹിപ്പിച്ചു. ആ. വൈശാഖി മെല്ലെ ബുള്ളറ്റിന് നേർക്ക് നടന്നു. അവളെ ഭയത്താൽ വിറയ്ക്കുന്നുണ്ടായിരുന്നു. എങ്കിലും ബാലുവും കൂട്ടരും പിന്നിലുണ്ടെന്നുള്ള ധൈര്യം അവളെ മുന്നോട്ടേക്ക് നടത്തിച്ചു. ചേട്ടാ. നിർത്തിയിട്ടിരിക്കുന്ന ബുള്ളറ്റിന് മുകളിൽ ചാഞ്ഞു കിടന്നുകൊണ്ട് ഫോണിൽ എന്തോ നോക്കുന്നവൻ്റെ അടുത്തായി ചെന്ന് നിന്ന് പെണ്ണവൾ. എന്നിട്ട് അവൻ്റെ മുഖത്തേക്ക് മെല്ലെ പാളി നോക്കി. താടിയൊക്കെയുള്ള ഒരു സുന്ദരനായ ഒരുത്തൻ. നല്ല ഹൈറ്റുണ്ട്. കണ്ടിട്ടൊരു ജിമ്മൻ ലക്ഷണം. പക്ഷേ അവൻ്റെ ഗൗരവമുള്ള മുഖം വൈശാഖിയെ കൂടുതൽ ആശങ്കയിലാഴ്ത്തി. ചേട്ടാ. ഒരു വട്ടം വിളിച്ചിട്ടും കേൾക്കാതെ കിടക്കുന്നവനെ പെണ്ണ് വീണ്ടും വിളിച്ചു. ആ. ഇത്തവണ ദേഷ്യത്തോടെയുള്ള ഒരു മൂളലും കണ്ണുകൾ കൂർപ്പിച്ചുള്ള നോട്ടവും അവൾക്ക് മറുപടിയായി കിട്ടി. അത് പിന്നെ വൈശുവിൻ്റെ കയ്യിലിരുന്ന റോസാപ്പൂവ് വിറച്ചു. എന്താടി? ചെക്കൻ എഴുന്നേറ്റിരുന്നിട്ട് അവളെ നോക്കി അലറി. ഇത് തരാൻ വന്നതാ. കയ്യിലിരുന്ന പൂവ് നീട്ടിയിട്ട് അവൾ കണ്ണുകൾ താഴ്ത്തിക്കളഞ്ഞു. കുറച്ച് നിമിഷങ്ങൾ കഴിഞ്ഞതും മുൻപിൽ അനക്കമൊന്നും ഇല്ലെന്നറിഞ്ഞപ്പോഴാണ് വൈശാഖി വീണ്ടും മുഖമുയർത്തി മുൻപിലേക്ക് നോക്കിയത്. ബുള്ളറ്റിലിരിക്കുന്ന താടിക്കാരൻ അവിടെ തന്നെ ഇരിപ്പുണ്ട്, അതും ഫോണിൽ കുത്തിക്കൊണ്ട്. അതുപോലെ തന്നെ തൻ്റെ കയ്യിലിരിക്കുന്ന റോസാപ്പൂവും അവിടെ തന്നെ ഇരിപ്പുണ്ട്. പെണ്ണിന് ഇത്തവണ ചെറിയ രീതിയിൽ ദേഷ്യം വന്നുപോയി. ചേട്ടാ, ഇതൊന്ന് വാങ്ങുമോ? അവൾ ഇത്തിരി ഉച്ചത്തിൽ ചോദിച്ചു. പക്ഷെ താടിക്കാരൻ അവളുടെ കയ്യിൽ നിന്നും വാങ്ങിയില്ലെന്നല്ല, അവളുടെ മുഖത്തേക്കൊന്ന് നോക്കാൻ പോലും കൂട്ടാക്കിയില്ല. ഇത് ചേട്ടൻ വാങ്ങാതിരുന്ന എന്നെ സീനിയേഴ്സ് വഴക്കു പറയും. അവൾ കെഞ്ചി നോക്കി. എന്നിട്ടും നോക്കാതിരിക്കുന്നവൻ അവളിൽ പരവേശം ഉണർത്തി. അതേസമയം അവരുടെ ചുറ്റിനും പല കുട്ടികളും കാഴ്ചക്കാരെ പോലെ കൂടിയിരുന്നു. ഇവരൊക്കെ എന്തിനാ ഇങ്ങനെ നോക്കുന്നേ? കൂടെ നിൽക്കുന്നവർ എല്ലാവരും തന്നെ അമ്പരപ്പോടെ ഉറ്റുനോക്കുന്നത് കണ്ടതും പൂ പിടിച്ച് നീട്ടിവെച്ചിരുന്ന തൻ്റെ വലങ്കൈ അവൾ പിൻവലിച്ചു കളഞ്ഞു. എന്നിട്ട് തിരിഞ്ഞു നടന്നു. സിദ്ധാർത്ഥൻ്റെ കയ്യിൽ നിന്ന് 2 എണ്ണം വാങ്ങാതെ പോകുന്ന പെണ്ണിനെ ഇതാദ്യമായിട്ടാണ് കാണുന്നത്. ഈ പെണ്ണിന് എന്തൊരു ധൈര്യമാ സിദ്ധാർത്ഥിനെ തന്നെ പോയി പ്രപ്പോസ് ചെയ്യാൻ. സിദ്ധു എന്താ മാറിപ്പോയോ? പ്രണയമെന്ന് കേട്ടാൽ അലർജി വന്നതുപോലെ കിടന്നു തുള്ളുന്നവന് ഇതിപ്പോൾ എന്താ പറ്റിയേ? വൈശാഖി കേട്ടിരുന്നു. ചുറ്റും കൂടി നിന്ന ഓരോരുത്തരും
അവളെയും ആ ബൈക്കിലിരിക്കുന്ന താടിക്കാരനെ നോക്കി ഓരോന്ന് പറയുന്നത്. അതേസമയം ഇത്രയും നേരം ഫോണിൽ കുത്തിക്കൊണ്ട് കിടന്നിരുന്നവൻ തന്നിൽ നിന്ന് ഓടി അകന്നു പോകുന്നവളെ എന്തിനോ വേണ്ടി പിന്നിൽ നിന്ന് ഒരു വട്ടം പാളി നോക്കിയിരുന്നു. ഈശ്വര, പാമ്പിൻ്റെ മാളത്തിലാണോ താൻ കയറി കൈയിട്ടത്? കൂട്ടത്തിൽ നിന്നും പുറത്തേക്കിറങ്ങി ബാലുവിൻ്റെ അടുത്തേക്ക് ഓടുമ്പോൾ ജീവൻ രക്ഷപ്പെട്ടതിൻ്റെ സന്തോഷത്തിലായിരുന്നു വൈശാഖി. അപ്പോൾ എന്താ നീ കൊടുത്തില്ലേ? അവൾ പൂവ് കൊടുക്കാതെ തിരിഞ്ഞു വന്നെന്ന് കണ്ടതും സീനിയേഴ്സ് അവളുടെ നേരെ ഒച്ച ഉയർത്തി. ആ ചേട്ടൻ വാങ്ങിയില്ല. അവൾ ഭയത്തോടെ പറഞ്ഞു. എന്നൊന്നും പറഞ്ഞാൽ പറ്റില്ല, നിനക്ക് പണിഷ്മെൻ്റ് ഉണ്ട്. പെട്ടെന്നാണ് അത്രയും നേരം അവരുടെ കൂട്ടത്തിലില്ലാതിരുന്ന ഒരു താടിയുള്ളവൻ അവളുടെ മുന്നിലേക്ക് നടന്നു ചെന്നത്. എന്ത് പണിഷ്മെൻറ്റ്? അവൻ്റെ മുഖവും ഭാവവും ഒന്നും പന്തിയല്ലെന്ന് തോന്നിയതും ബാലുവാണ് അതിനുള്ള മറുപടി ചോദിച്ചത്. അത് ഞാൻ അവളോടല്ലേ പറഞ്ഞത്, അല്ലാതെ സീനിയർ സിറ്റിസണിനോടല്ലല്ലോ. ആ താടിക്കാരൻ ബാലുവിൻ്റെ നേർക്ക് ദേഷ്യത്തോടെ ഉറ്റുനോക്കി. എന്നാൽ കൊച്ചുമ്മൻ വേഗം പറയ്, എന്നിട്ട് വേണം ഞങ്ങൾക്ക് പോവാൻ. ബാലും വാശിയോടെ നിന്നു. വേറൊന്നും വേണ്ട, ഇപ്പോൾ എന്നെ ഈ പൂ തന്നെ പ്രപ്പോസ് ചെയ്യണം. അത് എന്നെ കെട്ടിപ്പിടിച്ച് ഉമ്മവച്ചുകൊണ്ട്. ഒരു വഷളൻ ചിരി അവനിൽ നിന്നും ഉണ്ടായി. അതും വൈശാഖിയുടെ ദേഹത്ത് മുട്ടിയില്ല എന്ന രീതിയിൽ നിന്നുകൊണ്ട്. അവൾ പേടിച്ചു വിറച്ച് കണ്ണുകൾ ഇറുക്കി അടച്ചു കളഞ്ഞു. എന്നിട്ട് ഒരടി പിന്നിലേക്ക് മാറി നിന്നു. പക്ഷേ അതിനനുസരിച്ച് ആ താടിയുള്ളവനും അവളുടെ നേർക്ക് ഒരടി മുന്നോട്ടേക്ക് വെച്ചിരുന്നു. അത് നടക്കില്ല. ഇതിൻ്റെ പേരിൽ എന്ത് കോപ്രായവും നടത്താൻ ഇവിടെ പറ്റില്ല. അതും എൻ്റെ കൊച്ചിൻ്റെ അടുത്ത്. പൊടുന്നനെ അവളെ പിടിച്ച് പിന്നിലേക്ക് വലിച്ചു നീക്കിയിട്ട് ബാലഭാസ്കരൻ ശബ്ദമുയർത്തി. ഹേ ഓൾഡ് മാൻ, എൻ്റെ പേര് സ്റ്റീഫൻ ഡേവസി എന്നാണെങ്കിൽ ഇവളെ കൊണ്ട് ഞാൻ പ്രപ്പോസലും ചെയ്യിപ്പിക്കും, ഉമ്മയും വാങ്ങിക്കും. തടയാൻ പറ്റുമെങ്കിൽ നീ എന്നെ തടയടാ. അവൻ വെല്ലുവിളിച്ചു. പൊടുന്നനെയാണ് വെടിവെട്ടുന്ന പോലൊരു ശബ്ദം അവിടെ മുഴങ്ങിക്കേട്ടത്. ഞെട്ടലോടെ കണ്ണുകൾ തുറന്ന് നോക്കിയ വൈശു കാണുന്നത് ഇടത്തെ കവിളും പൊത്തിപ്പിടിച്ചുകൊണ്ട് മണ്ണിൽ കിടന്നുരുളുന്ന ആ താടിക്കാരനെയാണ്. അവൻ്റെ മുന്നിലായി വലത്തെ കൈ കുടഞ്ഞുകൊണ്ട് നിൽക്കുന്ന ബാലുവിനെയും. അതേസമയം ആരോ പറഞ്ഞറിഞ്ഞുള്ള അറിവിൽ അവിടേക്ക് ഓടിയെത്തിയ മഹാദേവനും കോളേജ് പ്രിൻസിപ്പാളും കാണുന്നത് കാലുകൊണ്ട് മുറ്റത്ത് കിടക്കുന്ന ഒരുത്തനെ മറിച്ചിടുന്ന ബാലുവിനെയായിരുന്നു. ഇതിന് ഇത്രയും പ്രായമായിട്ട് ഒരു മാറ്റവും ഉണ്ടായില്ലല്ലോ ഭഗവാനെ. ബാലുവിൻ്റെ സുഹൃത്തായ കോളേജ് പ്രിൻസിപ്പാൾ സേതു മാധവൻ അവിടെ നടക്കുന്ന ദൃശ്യങ്ങൾ കണ്ട് ഒരു നിമിഷം തലയിൽ കൈവച്ച് നിന്നുപോയി. ഒരു കീറ് വെച്ച് നിന്നാലുണ്ടല്ലോ, രണ്ടാമത്തെ ദിവസം തന്നെ അടിയുണ്ടാക്കുക എന്നൊക്കെ വെച്ചാൽ. തനിക്ക് മുൻപിലായി നിരന്നു നിൽക്കുന്ന കുട്ടികളെ ദേഷ്യത്തോടെ ഉറ്റുനോക്കിക്കൊണ്ട് സേതു മാധവൻ ദേഷ്യപ്പെട്ടു. കൂട്ടത്തിൽ ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ എന്ന പേരിൽ മുകളിൽ കറങ്ങുന്ന ഫാനിലേക്ക് നോക്കിക്കൊണ്ട് നിൽക്കുന്ന ബാലുവിനെയും ഒന്ന് സൂക്ഷിച്ചു നോക്കുവാൻ അയാൾ മറന്നില്ല. കുറച്ചു മുൻപ് നടന്ന റാഗിംഗ് വിഷയത്തിൽ എക്സ്പ്ലനേഷൻ ചോദിക്കുവാൻ വേണ്ടി തൻ്റെ ഓഫീസ് മുറിയിലേക്ക് എല്ലാവരെയും കൂടി വിളിപ്പിച്ചതായിരുന്നു അയാൾ. കോളേജ് CCTV ക്യാമറയിൽ പതിഞ്ഞ ദൃശ്യങ്ങളുടെ ക്ലിപ്പിംഗ് വീഡിയോ അയാളുടെ ടേബിളിന് മുകളിലിരിക്കുന്ന സിസ്റ്റത്തിൽ അപ്പോഴും ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇതിനെക്കുറിച്ചൊന്നും പറയാനില്ലേ നിങ്ങൾക്ക്? ഒന്നും മിണ്ടാതെ തല കുനിച്ച് നിൽക്കുന്നവർക്ക് നേരെ ഒരിക്കൽ കൂടി ഒച്ച ഉയർത്തി സേതുമാധവൻ. സർ, സ്റ്റീഫൻ്റെ 2 പല്ലാണ് പോയത്. മാത്രമല്ല അവൻ്റെ ഇടത്തെ കൈയും പൊട്ടലുണ്ട്. ഇയാളുടെ പേരിൽ എന്താണെങ്കിലും ആക്ഷൻ എടുക്കണം. സ്റ്റീഫൻ ഡേവസിയുടെ കൂട്ടുകാരനായ അനൂപ് ബാലുവിനെ നോക്കി പല്ല് ഞെരിച്ചു. നിന്റെ കൂട്ടുകാരൻ ചെയ്ത ചെറ്റത്തരത്തിന് അവൻ്റെ കൈയും കാലും നടുവ് ഒടിച്ചിടുകയായിരുന്നു വേണ്ടത്. ഞാൻ ഇത്രേ ചെയ്തു എന്ന് നീ സന്തോഷിക്കുക. നോട്ടം ഫാനിലേക്കായിരുന്നെങ്കിലും ഭാസ്കരൻ തനിക്കരികിലായി ഒടിഞ്ഞു കുത്തി നിൽക്കുന്ന സ്റ്റീഫനെ നോക്കി പുച്ഛം വാരി വിതറി. പ്രായമായാൽ വീട്ടിലിരിക്കണം, അല്ലാതെ പഠിക്കാനാണെന്ന പേരിൽ കോളേജിൽ വന്നിട്ട് കൊച്ചു പിള്ളേരുടെ മേലെ ഗുണ്ടായുസം കാണിക്കുകയല്ല വേണ്ടത്. അനൂപിന് രോഷം തിളയ്ക്കുന്നുണ്ടായിരുന്നു. പോക്കൃത്തരം കാണിച്ച കൊച്ചാണെന്നോ വലുതാണെന്നോ ഞാൻ നോക്കില്ല, അടിച്ച് ചെപ്പക്കുറ്റി ഞാൻ പറിക്കും. വിട്ടുകൊടുക്കാൻ തയ്യാറാവാതെ ഭാസ്കരനും പറഞ്ഞു. ഒന്ന് നിർത്തുന്നുണ്ടോ? ഇതിനൊരു തീരുമാനം ഉണ്ടാക്കാൻ വേണ്ടിയാണ് നിങ്ങളെ 2 കൂട്ടരെയും ഞാൻ ഇങ്ങോട്ടേക്ക് വിളിച്ചത്, അല്ലാതെ ഇവിടെ കിടന്ന് തല്ലുകൂടാൻ വേണ്ടിയല്ല. സേതുമാധവൻ മുൻപിലെ ടേബിളിൽ അടിച്ച് ശബ്ദമുണ്ടാക്കിയപ്പോഴാണ് ദേഷ്യപ്പെട്ടപ്പോൾ പിന്നീട് 2 കൂട്ടരും സംസാരിച്ചില്ല. ഇവർ നിങ്ങളുടെ ക്ലാസ്സിലെ കുട്ടികളല്ലേ? എല്ലാത്തിനും സാക്ഷിയായി
ആ മുറിയിൽ നിൽക്കുന്ന മഹാദേവനോടായി പ്രിൻസിപ്പാൾ തിരക്കി. അതെ സർ. അവൻ ഗൗരവത്തോടെ തലകുലുക്കി. ഇതിൽ തനിക്ക് എന്താണ് പറയാനുള്ളത്? സേതുമാധവൻ അവനോട് ചോദിച്ചു. സ്റ്റീഫൻ ദേവസി എൻ്റെ അച്ഛൻ അടിക്കുന്നത് മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ. രണ്ടു കൂട്ടർക്കും പറയാനുള്ളത് കേട്ടിട്ട് ഇതിലൊരു തീരുമാനമെടുക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. അവിടെ നിൽക്കുന്ന എല്ലാവരെയും ഒന്ന് ഒഴിഞ്ഞു നോക്കിയിട്ട് മഹാദേവൻ തൻ്റെ നയം വ്യക്തമാക്കി. അച്ഛനോ? സാറിൻ്റെയോ? അത് കേട്ടതും അനൂപും സ്റ്റീഫനും ഒരു ഞെട്ടലോടെയാണ് ആ നേരം ആ മഹാദേവനെ നോക്കിപ്പോയത്. അവർ മാത്രമല്ല, അവരുടെ സാറായ തോമസ് സാറും അത് കേട്ട് ഒരു നിമിഷം വാ പൊളിച്ച് നിന്നുപോയിരുന്നു. ബാലഭാസ്കർ സാറിൻ്റെ അച്ഛനായിരുന്നോ? ആർക്കും അത് വിശ്വസിക്കുവാൻ സാധിച്ചില്ല. അവർ മാത്രമല്ല, അവരുടെ കൂടെ വന്ന ബാക്കി സീനിയേഴ്സ് കുട്ടികളും മഹാദേവൻ്റെ പറച്ചിലിൽ കുടുങ്ങിക്കിടക്കുകയായിരുന്നു അപ്പോഴും. ഇതിൽ നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? ഒടുവിൽ കാര്യങ്ങൾക്കൊരു അവസാനം ഉണ്ടാകണമല്ലോ എന്ന ചിന്തയോടെ സേതു ബാലുവിനെയും കൂട്ടരെയും ഉറ്റുനോക്കി. ഇവർ വൈശാഖിയെ റാഗിങ് ചെയ്യാൻ വന്നു. ഇതൊക്കെ എല്ലാ കോളേജുകളിലും പതിവുള്ളതായതുകൊണ്ട് ഈ കുട്ടി ചെയ്യാൻ തയ്യാറും ആയിരുന്നു. പക്ഷേ ഈ നിൽക്കുന്ന സ്റ്റീഫൻ ദേവസി ആവശ്യപ്പെട്ടത് അവനെ ഇവള് പ്രൊപ്പോസ് ചെയ്യണമെന്നായിരുന്നു. അതും വെറും പ്രൊപ്പോസൽ അല്ല, കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്തുകൊണ്ട് വേണം പ്രൊപ്പോസ് ചെയ്യാനെന്ന്. അത് നടക്കില്ലെന്നും മര്യാദയുടെ ഭാഷയിൽ ഞാൻ ഇവന് പറഞ്ഞു കൊടുത്തതാ. അപ്പോൾ ഇവൻ എന്നെ ഭീഷണിപ്പെടുത്താൻ വന്നു. എന്തു വന്നാലും ഇവളെ കൊണ്ട് ചെയ്യിക്കുമെന്നുള്ള രീതിയിൽ വൈശാഖിയെ കയറി പിടിക്കാൻ നോക്കി. പോത്തിനോട് എത്ര നേരം വേദം ഓടിക്കൊടുക്കാൻ നിൽക്കാൻ സാധിക്കും സാറേ? അതുകൊണ്ട് ഞാൻ കൈവച്ചു. ഇതാണ് അവിടെ നടന്നത്. അല്ലാതെ വെറുതെ പോകുന്ന പിള്ളേരെ തല്ലാൻ എനിക്ക് തലക്ക് ഭ്രാന്തൊന്നുമില്ല. ഭാസ്കരൻ ഉള്ള കാര്യം അങ്ങ് തുറന്നു പറഞ്ഞു. അച്ഛൻ പറയുന്ന കാര്യങ്ങൾ കേട്ടതും മഹാദേവനും സ്റ്റീഫനോട് ദേഷ്യം വന്നു. എങ്കിലും അവനത് സ്വയം നിയന്ത്രിച്ചു നിന്നു. ഇതാണോടാ നടന്നത്? സേതുവിൻ്റെ അടുത്ത ചോദ്യം വൈശാഖിയോടായിരുന്നു. അതെ സർ, അവളും അതുതന്നെയാണ് കാര്യം എന്നുള്ള രീതിയിൽ തല കുലുക്കി. ഇവൻ നിന്നെ അരുതാത്ത രീതിയിൽ തൊടാനും പിടിക്കാനും നോക്കിയോ? അവളോട് സേതു ചോദ്യം ആവർത്തിച്ചു. ഉവ്വു സാർ. അതിനും ആ പെണ്ണ് വിതുമ്പലോടെ തലയാട്ടിക്കാട്ടി. സേതു മാധവന് ദേഷ്യം വന്നു. അയാൾ ഇരിക്കാൻ പാകത്തിൽ സ്റ്റീഫനെ ഉറ്റുനോക്കി. നിനക്കിതിൻ്റെ പേരിൽ പോലീസ് കംപ്ലൈൻറ്റ് കൊടുക്കണോ? അയാൾ വീണ്ടും വൈശുവിനോട് എടുത്തു ചോദിച്ചു. ആഹാ, വേണ്ട സാർ. ഒരു നിമിഷം പോലും ചിന്തിക്കാതെ അവളിൽ നിന്ന് ഉത്തരം വന്നു. സ്വന്തം ഇഷ്ടപ്രകാരം വാശി പിടിച്ച് ഇവിടേക്ക് പഠിക്കാൻ വന്നവളാണ് താൻ. പോലീസ് കേസും കാര്യങ്ങളും ഒക്കെ ഉണ്ടായാൽ അച്ഛനും അമ്മയും ഉറപ്പായിട്ട് അതെങ്ങനെയെങ്കിലും അറിയും. നടന്നത് എന്താണെന്നോ ആരുടെ ഭാഗത്തെയാണ് ന്യായമെന്നോ ഒന്നും അവർ നോക്കുകയില്ല. കുറ്റം മുഴുവൻ തനിക്ക് മാത്രമായിരിക്കും. അതിൻ്റെ പേരിൽ തനിക്ക് വഴക്ക് കിട്ടും, ദേഹദ്രോഹം ഉണ്ടാവും, മുറിയിൽ പിടിച്ച് പൂട്ടിയിടും. തന്നെ ഇവിടെ നിന്ന് അപ്പോൾ തന്നെ തിരിച്ച് ബാംഗ്ലൂരിലേക്ക് കൊണ്ടുപോകും. അവിടെ ചെന്നാൽ വീണ്ടും താൻ ഒറ്റപ്പെടും. ആ വലിയ ബംഗ്ലാവിൽ ഒറ്റയ്ക്കിരിക്കേണ്ടി വരും. കൂട്ടുകാർ എന്നതുപോലും സ്വപ്നങ്ങളായി മാറും. ഇഷ്ടത്തിനൊന്ന് ശ്വാസം വിടാൻ പോലുമുള്ള അനുവാദം തനിക്കുണ്ടാവേയില്ല. അതുമാത്രമല്ല, അവരുടെ നിർബന്ധത്തിന് MBBS പഠിക്കേണ്ടി വരും. ആ ഓർമ്മയിൽ തന്നെ വൈശു ഒന്ന് വിറച്ചുപോയി. ഭയത്താൽ അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ഒന്നുമില്ലടോ, പേടിക്കണ്ട കേട്ടോ, ഞാനില്ലേ. അവളുടെ കണ്ണുനീര് കണ്ടതും ബാലുവിന് സഹിക്കാൻ പറ്റിയില്ല. അയാൾ അവളെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചിരുന്നു വാത്സല്യത്തോടെ. ചായൻ്റെ ഒരു തോള് കിട്ടിയതിൻ്റെ ആശ്വാസത്തിൽ അവളും ഭാസ്കരനിലേക്ക് ചാഞ്ഞു നിന്നു. അവളുടെ സങ്കടം കണ്ട് നിർമ്മലും ജോബിനും തല വെട്ടിച്ചു കളഞ്ഞു. പക്ഷേ ആ നേരം മഹാദേവൻ്റെ കണ്ണുകൾ മാത്രം ബാലുവിലും വൈശുവിലുമായി കിടന്ന് കറങ്ങിയത് മറ്റാരും ശ്രദ്ധിച്ചില്ല എന്നതാണ് സത്യം. അതും ഒട്ടൊരു കുശുമ്പോടെ. കേട്ടല്ലോ സ്റ്റീഫ, നീ ചെയ്ത ചെറ്റത്തരത്തിന് ശരിക്കും പറഞ്ഞാൽ ഈ പെങ്കൊച്ച് ഒരു പോലീസ് കംപ്ലൈൻറ്റ് എഴുതി കൊടുത്താൽ നീ ജയിലിൽ കിടന്ന് അഴിയണം. അവളതിന് പോകാത്തത് നിന്റെ ഭാഗ്യമാണെന്ന് കൂട്ടിക്കോ. നീ ചെയ്ത പണിക്ക് ബാലഭാസ്കരൻ തന്നത് കുറഞ്ഞു പോയെന്നേ ഞാൻ പറയൂ. ഇതിനു മുൻപും പല പ്രാവശ്യം ഞാൻ നിനക്ക് വാണിംഗ് തന്നിട്ടുള്ളതാ. അതുകൊണ്ട് മോനൊരു കാര്യം ചെയ്യേ, പഠിത്തമൊക്കെ നിർത്തി വീട്ടിൽ പോയിരുന്ന് നല്ലോണം റെസ്റ്റ് എടുക്കാൻ നോക്ക്. എനിക്കും വൈശാഖിയുടെ പ്രായത്തിലൊരു മകളുള്ളതാ. അതുകൊണ്ട് നിന്നെ പോലെയുള്ള വിഷവിത്തുകളെ ഞാൻ ഈ കോളേജ് വളരാൻ അനുവദിക്കത്തില്ല. ഡിസ്മിസ് ഓർഡർ എഴുതി സീൽ ചെയ്തിട്ട് സ്റ്റീഫന് നേരെ നീട്ടുമ്പോൾ സേതുമാധവന് തൻ്റെ തീരുമാനത്തിൽ ഉറച്ചു നിന്നു. സർ, അത് പിന്നെ ഒരു വട്ടം കൂടി. നീരുവെച്ച കൈ താങ്ങിക്കൊണ്ട് നിന്നവൻ ആ അസഹ്യമായ വേദനയിലും
പ്രിൻസിപ്പാളിനോട് യാചിച്ചു. ഇതിനു മുൻപ് നടന്ന നിന്റെ പേരിലുള്ള പല അടിപിടി കേസുകളും ഞാൻ സസ്പെൻഷനിൽ ഒതുക്കി തീർത്തിട്ടുണ്ട്. പക്ഷേ ഇതെനിക്ക് പൊറുക്കാൻ പറ്റത്തില്ല. സോ യു ക്യാൻ ലീവ്. ഓഫീസ് റൂമിൻ്റെ വാതിൽ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് സേതുമാധവൻ ദേഷ്യപ്പെട്ടപ്പോൾ സ്റ്റീഫൻ ഇറങ്ങിപ്പോകാതിരിക്കാൻ കഴിഞ്ഞില്ല. വൈശാഖിയെയും ബാലുവിനെയും ഒന്ന് ഉറ്റുനോക്കിക്കൊണ്ട് അവൻ അവിടെ നിന്ന് ധൃതിയിൽ ഇറങ്ങിപ്പോയി. കൂട്ടത്തിൽ അവനെ ചുക്കാൻ പിടിക്കാൻ വന്ന അനൂപും. എൻ്റെ ഭാസ്കര, നീ അങ്ങ് നന്നായി എന്നാണ് ഞാൻ വിചാരിച്ചേ. എവിടെ, നിനക്കൊരു മാറ്റവും ഇല്ലല്ലോടാ ഊവേ. സേതുമാധവൻ പൊട്ടിച്ചിരിച്ച് അത് പറഞ്ഞപ്പോൾ അത്രയും നേരം തിരിച്ചു കരഞ്ഞുകൊണ്ടിരുന്ന വൈശാഖി പോലും ഒന്ന് ചിരിച്ചുപോയി. വണ്ടി ഇങ്ങ് താകൊച്ചേ, ഞാൻ ഓടിക്കാം. തൻ്റെ ബൈക്കിൻ്റെ താക്കോല് നിർബലിൻ്റെ കയ്യിലേക്ക് കൊടുത്തിട്ട് ബാലു അവളുടെ കാറിൻ്റെ ചാവി കയ്യിലേക്ക് വാങ്ങി. എന്നിട്ട് കാറിൻ്റെ കോ ഡ്രൈവിംഗ് സീറ്റിലേക്ക് വൈശാഖിയെ പിടിച്ചു കയറ്റിയിരുത്തി. നമ്മൾ എങ്ങോട്ടാ? തിരിച്ചു വന്നു ഡ്രൈവിംഗ് സീറ്റിൽ കയറിയിരിക്കുന്ന ബാലുവിനോട് ചോദിച്ചിട്ടും അയാളിൽ നിന്ന് ഒരു ചിരിയല്ലാതെ മറ്റൊന്നും അവൾക്ക് കിട്ടിയില്ല. അവളുടെ സന്തോഷങ്ങളുടെ യാത്ര അവിടെ തുടങ്ങുകയായിരുന്നു. കൂട്ടത്തിൽ സൗഹൃദങ്ങളുടെ യാത്രയും. ബ്രീസാക്കാറിന് പിന്നാലെ നിർമ്മലും ജോബിനും ആ ബുള്ളറ്റ് വായിച്ചു. ക്ലാസ് കട്ട് ചെയ്തു പോകുന്നവരെ കണ്ടപ്പോൾ മഹാദേവൻ്റെ കണ്ണുകൾ മാത്രം ഒന്ന് കുറുകിയിരുന്നു.